നമ്മുടെ ആ സോഷ്യൽ ലൈഫ് അത്ര എന്താ പറയുക ഡിസോറിയൻറ്റഡായി. ആരും ആർക്കും ഉപദേശം കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളവരില്ല. ആരും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നുമില്ല. മാഷയ്ക്കൊരു പുതിയ പേരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അത് കിട്ടി, അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയാം. അരവിന്ദ് മുഹമ്മദ് ഖാൻ എന്നാണ്. ചിലപ്പോൾ ആൾ ചിരിച്ചു. നമ്മൾ ചിരിക്കേണ്ട, ഞാനത് വെൽക്കം ചെയ്യാണ്. കാരണം ഇന്ത്യയിൽ സെക്യുലറിസം ഉണ്ടാക്കാൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇതാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ പെൻഷൻ കിട്ടില്ല, എനിക്ക് മാസപ്പടി കിട്ടുന്നില്ല. അതുകൊണ്ട് കേരളത്തിന്റെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്. കഴിഞ്ഞ കുറെ കാലമായി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 10 വർഷമായി ലഹരിയുടെ കയ്യിലാണ് കേരളം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളുമാണ് ഇതിന്റെ കെണിയിൽ പെടുന്നത്. അത് അറിഞ്ഞുകൊണ്ടാകാം, ചിലപ്പോൾ അറിയാതെയാകാം. പെൺകുട്ടികളടക്കമാണ് ഇതിന്റെ കെണിയിൽ പെടുന്നത്. സാമ്പത്തികമായുള്ള ലാഭം നോക്കി ചെയ്യുന്നവരുണ്ട്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കൗതുകത്തിന്റെ പേരിൽ ഉപയോഗിച്ച് പിന്നീട് ഇതിന് അടിമയാകുന്നവരുണ്ട്. അവസാനം ഇത് കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരള പോലീസും ആഭ്യന്തര വകുപ്പും കൂടി ചേർന്നത് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി വളരെ നന്നായാണ് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഇതുവരെയും ഇത്രയും വിജയിച്ച ഒരു പദ്ധതി ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രയും നന്നായാണ് ആഭ്യന്തര വകുപ്പ് അതിനെ കൊണ്ടുപോകുന്നത്. അപ്പോ ആ പദ്ധതി ഇത്രയും നന്നായി പോകുന്നു. തൂഫാൻ കെയർ, അകപ്പെട്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താൻ തൂഫാൻ കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിലേക്ക് ഇത് പോയത് അധ്യാപികമാർ, കോഴിക്കോടുള്ള 3 അധ്യാപികമാർ ഈ കേസിൽ പ്രതികളാകുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇതാണോ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അല്ല. അവിടെ അധ്യാപകരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ അധ്യാപക പ്രസ്ഥാനത്തിന് പണ്ടൊക്കെ നേതൃത്വം കൊടുത്തിരുന്നവരൽപ്പം മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നേതാക്കന്മാരായിരുന്നു. ഈ നേതാക്കന്മാരുടെ അഭാവം വളരെയധികം ഈ ഒരു ഫീൽഡിനെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ UGC ശമ്പളം കിട്ടി, ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ആനുകൂല്യം കിട്ടിയതാണ്. കാര്യമായിട്ട് കിട്ടിയില്ല. പക്ഷെ പെൻഷനിൽ ഞങ്ങൾ കേസിന് പോയി വൺ റാങ്ക് 1 പെൻഷൻ എന്നുള്ള അതിൻ്റെ പേരിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ആ പെൻഷൻ്റെ ആനുകൂല്യം ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇഷ്ടം പോലെ കോളേജ് അധ്യാപകർക്കും സ്കൂൾ അധ്യാപകർക്കും ഒക്കെ പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പഴയതുപോലെ അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അവർ ലൈഫ് സ്റ്റൈൽ മാറി. അപ്പോൾ കാറ് ഇൻസ്റ്റാൾമെൻറ്റിൽ കാറ് കിട്ടും, കാറായി സൗകര്യമായി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ ആഡംബര ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പെട്ടുപോകുന്നവരുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതിൻ്റെ അടിമകളായി മാറുന്നു. അതാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതൊരു വിദേശത്തുള്ള ഒരു മലയാളി ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അധ്യാപകരിങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടികളെ നമ്മൾ നിങ്ങൾ കുറ്റപ്പെടുന്നത്. അപ്പോൾ അധ്യാപകർക്ക് വാസ്തവത്തിൽ ഇതിനൊരു കോഴ്സ് കൊടുക്കണമെന്നാണ് പറയുക ഇനി. കാരണം ഹൗ ടു ബിക്കം എ ഗുഡ് ടീച്ചർ ഇൻ എവറി സെൻസ്. അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് കൂടി ഉള്ള രക്ഷകർത്താക്കളുടെ ഇടയിലും ഈ ഒരു ഹാബിറ്റുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരു ദിവസമെങ്കിലും ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, അമ്മ മക്കളെ കൊന്നു. ഇതൊക്കെ ദിവസവും വായിക്കുകയാണ്. ഈയിടെ കേരളത്തിൽ തന്നെ ഒരു സംഭവം ഞാൻ വായിച്ചു. ഈ ആശ്രിത നിയമനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ അച്ഛനെ കൊന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ സോഷ്യൽ ലൈഫ് അത്ര എന്താ പറയുക ഡിസോറിയൻറ്റഡായി. ആരും ആർക്കും ഉപദേശം കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളവരില്ല. ആരും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്നുമില്ല. അതിൽ നമുക്ക് ഇത് സംഭവിക്കാതെ വന്നുകൊണ്ടിരിക്കും. എവരിതിങ് കംസ് ഓൺ ഇൻ സ്ട്രൈഡ് എന്ന രീതിയിൽ നമ്മൾ അതിനെ അങ്ങ് സാധൂകരിക്കുകയാണ്. അതിൽ മാറ്റം വരണം. അത് അധ്യാപകർക്കും ബാധകമാണ്. അധ്യാപകർ ട്രെയിനിങ് കൊടുക്കുമ്പോഴും ഇത് വേണം. ഇനിയിപ്പോൾ അവർക്ക് ഒരു റിഫ്രഷർ കോഴ്സ് കൊടുക്കേണ്ടി വരും ഇടയ്ക്ക്. ആരാ കൊടുക്കുക? റിഫ്രഷർ കോഴ്സ് കൊടുക്കാൻ വരുന്നവരും ഇതിൻ്റെ അടിമകളാവില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇത് ഒരു സൈക്കോളജിക്കലായിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തൂഫാൻ. കാരണം എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ നമുക്കത് വിളിച്ചു പറഞ്ഞാൽ നടപടി നമുക്കെതിരായിട്ട് വരില്ല എന്ന ഉറപ്പെങ്കിലും ഉണ്ട്. മറ്റങ്ങനെയല്ല, ഈ വാദി പ്രതിയാകുന്ന ഒരു രീതിയായിരുന്നല്ലോ, അതിൽ മാറ്റം വന്നിട്ടുണ്ട്.
അല്ല, സ്കൂളുകളിൽ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ അധ്യാപക സംഘടനകളാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അവരുടെ പരാജയം കൂടിയാണിത്. സംഘടനാ തലത്തിൽ അവർ ഈ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം സംഘടനയെ കൊണ്ടുപോയി. ഇപ്പോൾ പോലീസ് സംഘടന 81 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. 81 ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് കൊണ്ടു ക്രൈംസ് റെക്കോർഡ് ബ്യൂറോൻ്റെ 81 കോൺസ്റ്റബിൾസ് ആത്മഹത്യ ചെയ്തു. ആലോചിച്ച് നോക്കും. പണ്ടൊക്കെ എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം ഹാരസ്മെൻറ്റ് ബൈ ദയർ ഹയർ അതോറിറ്റീസ്. അതാണ് പോലീസ് ഫോഴ്സിലുള്ള ഇന്നത്തെ സ്ഥിതി. അല്ല, ഇപ്പൊ 1, 2, 3, 5 അധ്യാപകർ അറസ്റ്റിലായാലും അത് മുഴുവൻ അധ്യാപകരുടെയും കുറ്റമല്ല എന്ന് നമുക്ക് പറയാം. അതൊരിക്കലും എല്ലാ അധ്യാപകരുടെയും കുറ്റമല്ല, നല്ലവരായ അധ്യാപകരുമുണ്ട്. പക്ഷെ പാരന്റ്സിനും കുട്ടികൾക്കും ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ അധ്യാപകരെ പിടിക്കുകയാണെങ്കിൽ പാരന്റ്സിനും കുട്ടികൾക്കും ഈ അധ്യാപകരിലുള്ള വിശ്വാസം ഇല്ലാതാകില്ലേ? നഷ്ടപ്പെട്ടു പോകും. അവർക്ക് ആ മോറൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഒഴിയാൻ പറ്റില്ല. സൊസൈറ്റിയോടും അവരുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിനോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർ ഓൺ ചെയ്തേ വെച്ചു. അതിന് അപ്പോളജിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. പിന്നെ ഹൂ വിൽ അഡ്വൈസ് ഹൂം, ഹൂ വിൽ ഗീവ് ട്രെയിനിങ് ടു ഹൂം എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അധ്യാപകരോട് പറയാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചില്ലേ ഈ അധ്യാപകർ? തീർച്ചയായിട്ടും. അധ്യാപകർ ഞാൻ പറഞ്ഞു, ഇവിടെ മഹാരാജ് കോളേജിൽ തന്നെ പണ്ടൊക്കെ ഞാൻ ഈ സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള ആ സ്ഥിരം ഏത് പ്രിൻസിപ്പലും എന്നെ സ്റ്റാഫ് അഡ്വൈസറാക്കും. കാരണം എല്ലാ വിദ്യാർത്ഥികളുമായിട്ട് ഒന്നിച്ചു പോകും. രാഷ്ട്രീയമുണ്ടെങ്കിലും അവരുടെ കുട്ടികളുടെ രാഷ്ട്രീയമായിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തെ ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ തുടങ്ങും. അന്നുണ്ടായിരുന്ന ആ ഒരു റെസ്പോൺസ് അവരുടെ ലീഡേഴ്സിൽ നിന്ന് ഇപ്പം കിട്ടുന്നില്ല. അതെന്ത് വരുന്നു? ഓട്ടോണമസ് കോളേജാണ് മഹാരാജ് കോളേജ്. ആ ഓട്ടോണമസ് കോളേജിൻ്റെ ചുമതലക്കാരനായി ഒരാളുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ആ ഒരു ജനറേഷനിൽ നെക്സ്റ്റ് ജനറേഷൻ വരുന്നതാണ്. അദ്ദേഹം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥലം വെച്ച് പോയി. കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ അധ്യാപകരുടെ അവിടെയുള്ള നേതാക്കന്മാരും പ്രിൻസിപ്പൽമാരായി വരുന്നവരുമൊക്കെ ഒരു തരത്തിലും മറ്റു തരത്തിൽ ബാഡ് ഇൻഫ്ലുവൻസിൽ പെടുന്നതുകൊണ്ട് അയാൾ ഈ മെയ്ഡ് ഗുഡ് ഈസ് എസ്കേപ്പ്. അല്ല, അന്ന് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് ഗവർണർ ഇയാളാണ്, അരീഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രസംഗിച്ചു. കാരണം ഗവർണറാണ് ശരി. കാരണം ഈ ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു പേരും കിട്ടി, അരവിന്ദ് മുഹമ്മദ് ഖാൻ. ഞാനത് സ്വീകരിച്ചു. KPCC വിചാർ വിഭാഗക്കാർ ചർച്ച വെച്ചു ഇതേക്കുറിച്ച് BTHൽ. ഇവരൊക്കെ ഉണ്ടായിരുന്നു, നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സതീശനാണ് എടുത്തത്. മാഷയ്ക്ക് ഒരു പുതിയ പേരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അത് കിട്ടി, അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയാം, അരവിന്ദ് മുഹമ്മദ് ഖാൻ എന്നാണ്. ഇതപ്പോൾ ആൾ ചിരിച്ചു. ഞാൻ ചിരിക്കേണ്ട, ഞാനത് വെൽക്കം ചെയ്യാണ്. കാരണം ഇന്ത്യയിൽ സെക്യുലറിസം ഉണ്ടാക്കാൻ ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. പേരിൽ സെക്യുലറിസം വന്നു, അല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു സെക്യുലർ ഇന്ത്യയെക്കുറിച്ച് ഇന്ന ദിവസം ഞാൻ നടപ്പാക്കുമെന്ന് പറയാൻ പറ്റുമോ? സതീശന് നടപ്പാക്കാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. ഇവിടുത്തെ പൊതുവെള്ള അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ നെയിം ഇതാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ പെൻഷൻ കിട്ടില്ല, എനിക്ക് മാസപ്പടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പേര് പ്രൈവറ്റ് ആയിരുന്നു വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിലെ യുവാക്കൾ, പ്രത്യേകിച്ച് +2 കഴിയുന്ന കുട്ടികളാരും ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജോലി സാധ്യത കുറവാണ്. യുവാക്കൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നു. ഇനി കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ കേരളത്തിലും ഏകദേശം ഇതേ സ്ഥിതി തന്നെയാണ്. +2 വരെ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ പഠിക്കണം. അതും 10ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. +1 +2 ആകുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാം. അത് കഴിഞ്ഞ് ഡിഗ്രി ഒന്നും അല്ലെങ്കിൽ കേരളത്തിലെ കോളേജുകൾ വേണ്ട എന്നൊരു അഭിപ്രായമാണ്. പുറത്ത് എങ്ങോട്ടെങ്കിലും പോകണം, ഒന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകണം, ഏറ്റവും കുറഞ്ഞത് കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ രക്ഷപ്പെടണം എന്നൊരു രീതിയാണ്. ഇനി കേരളത്തിലെ അധ്യാപകർ ഇത്തരം കേസുകളിൽ കൂടി പ്രതിയാകുന്ന ഒരു സാഹചര്യം വന്നാൽ 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ കുട്ടികളെ കേരളത്തിന് പുറത്തോട്ട് പഠിപ്പിക്കേണ്ട സാഹചര്യമല്ലേ? രക്ഷിതാക്കൾ നിർബന്ധിതരാകും, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഞാനിതൊക്കെ കണക്കൊക്കെ എഴുതി എടുത്തു വെച്ചിട്ടുണ്ട്. അത് സ്കൂൾ എഡ്യൂക്കേഷൻ വളരെ മോശമായിട്ടുണ്ട്. ഇൻടേക്ക് പല സ്കൂളുകളും പൂട്ടിയിടേണ്ട സ്ഥിതി വരും. കാരണം കുട്ടികൾ ഒന്നാമത് ഈ പോപ്പുലേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് പെട്ടെന്ന് വരില്ലല്ലോ. ഒരു 10, 15
വർഷം കൊണ്ട് അതിൻ്റെ ലോവർ ലെവലിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികൾ പല സ്കൂളുകളിലും 0 വരെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രൈമറിയിൽ നിന്നല്ലേ സെക്കൻഡറിയിലേക്ക് വരുന്നത്, അവിടെയും കുറയും. അവിടെ നിന്നല്ലേ ഹൈസ്കൂളിലേക്ക് വരുന്നത്, അവിടെ നിന്നാണ് +2ലേക്ക് വരുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ ഇൻടേക്ക് കുറഞ്ഞു വരും. വേക്കൻസി അവിടെ കിടക്കും. ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഒരു കൂട്ടർ ഇവിടുന്ന് പഠിപ്പേ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിദേശത്ത് പോകുന്നവർ വരെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവരുണ്ട്. അതിപ്പോൾ ഓരോരിക്കലും ക്രൈസിസ് വന്നിട്ട് ആളുകളെ തിരിച്ചുകൊണ്ടിരുമ്പോഴാണ് നമ്മൾ അറിയാം. ഇപ്പോൾ യുക്രൈനിൽ നിന്ന് മടങ്ങി വന്നവരുണ്ട്. എവിടെയെല്ലാം ക്രൈസിസ് ഉണ്ടാകുന്നു അവിടെ നിന്നൊക്കെ കുട്ടികൾ മടങ്ങി വരികയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവരെ പോയി എന്നുള്ളത്. കാരണം രഹസ്യമായിട്ട് ഇവരെല്ലാം പറഞ്ഞു വിടുകയാണ് വീട്ടുകാർ. അതിപ്പോൾ പല അധ്യാപകരും ചെയ്യുന്നത് എന്താ, സ്വന്തം മക്കളെ ഇവിടെ പഠിപ്പിക്കില്ല. അത് നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ പിന്നെ അതല്ലേ മാതൃക കാണിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ കുറ്റം പറയുന്നത്.